അപ്പോൾ മറ്റൊരു പ്രേക്ഷക എന്നോടൊപ്പം ചേരുന്നത് ശ്രീമതി ജയയാണ്. ശ്രീമതി ജയ കൊല്ലത്തുനിന്നാണ് വിളിക്കുന്നത്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്. ശ്രീമതി ജയ, നമസ്കാരം മനു. നമസ്കാരം. നമസ്കാരം. എന്നാലും കോട്ടയത്ത് ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചില്ലേ? അവരുടെ കറിയൊക്കെ നല്ല സൂപ്പറാ മനു. അവരുടെ കറിയൊക്കെ നല്ല സൂപ്പറാണ്. ഞാൻ അവിടെ പോയി, മകന്റെ കല്യാണം കഴിച്ചിരിക്കുന്ന അവിടുന്നാണ്. അപ്പൊ ഞങ്ങൾ പോയപ്പോ നല്ല 10-12 ദിവസം ഞങ്ങൾ അവിടെ നിന്നു, ഞാനും ഹസ്ബൻഡും മോനും മോളും കൂടെ. അടിപൊളി, സൂപ്പർ കറിയും അവരുടെ ഒരു കപ്പ ബിരിയാണി അടിപൊളിയാണ്. എന്തായാലും ബുക്ക് ചെയ്തത് നന്നായി. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഈ ഇറച്ചിയും അതൊക്കെ അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ കറി കോട്ടയത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടെന്ന്. അവരുടെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് സത്യം. അപ്പൊ ശ്രീമതി ജയക്ക് കുക്കിങ്ങിൽ അത്ര താല്പര്യം ഇല്ലേ? എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ വെച്ചാ എന്റെ ഹസ്ബൻഡ് പറയുന്നത് ഇഡ്ഡലി ഉണ്ടാക്കിയാ ചോദിക്കും ഇഡ്ഡലിയാണോന്ന് ഒക്കെ ചോദിക്കും. പിന്നെ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും മനു. പിന്നെ അതാപ്പോ എന്ത് ചെയ്യാനാ? അതെ, അത് ഇത് എനിക്ക് തോന്നുന്നത് തമാശക്ക് ചോദിക്കുകയായിരിക്കും. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് നമ്മൾ പറയില്ല. അപ്പൊ അതുപോലെ അത് ഞാൻ എപ്പോഴും പറയും സത്യം. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. ഞാൻ ഇവിടെ ഒന്ന് വീണ് കിടക്കുമ്പോ തന്നെ പുള്ളിക്ക് മനസ്സിലാവും. പുള്ളിക്ക് പിന്നെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്, ഹോട്ടലിൽ നിന്ന് കഴിക്കില്ല. അപ്പം പുള്ളി തന്നെ ഉണ്ടാക്കി കഴിക്കേണ്ടി വരും. ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം വീഴാതിരിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്ക് യു മനു, താങ്ക് യു. പിന്നെ ഈ കുഞ്ഞിന്റെ കാര്യം, ദേവനന്ദ നല്ല മിടുക്കിയാണ്. അവക്കൊരു സ്പെഷ്യൽ ജൂറി അവാർഡെങ്കിലും കൊടുക്കേണ്ടതാണ്. പക്ഷെ അവരുടെ ചിത്രമല്ല ഇത് ഇത്തവണ പരിഗണനയ്ക്ക് വന്നത് ഈ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന ചിത്രമാണ് വരേണ്ടിയിരുന്നത്. അത് ഒരു വലിയ സന്ദേശമൊക്കെ ആ സിനിമ നൽകിയിരുന്നു. കാരണം ഈ ബാക്ക് ബെഞ്ചുകൾ ഇല്ലാത്ത സ്കൂളുകൾ, കാരണം സ്കൂളിൽ എപ്പോഴും അങ്ങനെയാണല്ല, ബാക്ക് ബെഞ്ചിലായിരിക്കും. ശ്രീമതി ജയൊക്കെ പഠിക്കുമ്പോൾ മുൻ ബെഞ്ചിലായിരുന്നോ ബാക്ക് ബെഞ്ചിലായിരുന്നോ? ഞാൻ ഫ്രണ്ട് ബെഞ്ചിലായി എപ്പോഴും ഇരുന്നിട്ടുള്ളൂ. എന്റെ അമ്മ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. അപ്പൊ അതിൻ്റെതായ രീതിയിലായിരുന്നു നമ്മൾ സ്കൂളിലും വളരെ ഡിസിപ്ലിൻ ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. നല്ല മാർക്കൊക്കെ വാങ്ങിച്ച് തന്നെയാണ് പഠിച്ചോണ്ട് വന്നതും. അതുകൊണ്ട് ഫസ്റ്റ് ബെഞ്ചിൽ തന്നെ ഇരുന്നിട്ടുള്ളൂ. ഞാൻ ലാസ്റ്റ് ബെഞ്ചിൽ പോയിട്ടില്ല. ഓർമ്മയുണ്ടോ അന്ന് ബാക്ക് ബെഞ്ചിലേക്ക് ആയിപ്പോയവരൊക്കെ? അങ്ങനെ നമ്മുടെ ഈ പഠിപ്പിസ്റ്റുകളൊന്നും അവരുമായിട്ടൊന്നും കമ്പനി അടിക്കില്ല. ടീച്ചർമാര് കണ്ടാ വഴക്ക് പറയും. അന്നത്തെ ഒരവസ്ഥ അങ്ങനെയാണ്. ഏതായാലും ഈ സിനിമ ബാക്ക് ബെഞ്ചുകൾ ഇല്ലാത്ത ഒരു സ്കൂൾ സംവിധാനമാണ്. വട്ടത്തിൽ ഇങ്ങനെ നമ്മുടെ ശിവൻകുട്ടി പറയുന്നുണ്ടല്ലോ, നമ്മുടെ പാർലമെന്റ് പോലൊക്കെ ഇങ്ങനെ സർക്കിളായിട്ടൊക്കെ ഇരുന്നാൽ എല്ലാരെയും ടീച്ചറിന് കാണാം. അതെ, അത് ഈ സിനിമയിൽ നിന്ന് വന്ന ആശയമാണ്. ഈ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമയിൽ നിന്ന് വന്ന ആശയമാണ്. പോവാത്തുണ്ട് മനു, എനിക്ക് സിനിമയോട് അത്ര പ്രതിബദ്ധത ഇല്ല. അതുകൊണ്ട് ഞാൻ വേറൊന്നും കൊണ്ടല്ല, എന്റെ ഭർത്താവ് കൊണ്ടുപോകാത്തോണ്ടാ കേട്ടോ. ഞാൻ അബുദാബി നിൽക്കുമ്പോ മോൻ പോകുമ്പോഴൊക്കെ പറയാം, അമ്മ ഇങ്ങോട്ട് വാ, എന്റെ കൂടെ വാ, ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടെന്നൊക്കെ ചോദിക്കാവൻ. ഞങ്ങൾ രണ്ടുപേരും. ഭർത്താവിന് സിനിമയിൽ താല്പര്യമില്ലേ? ഭർത്താവില്ല, BJP എന്താ പറയുന്നത്, ഞാൻ മനുവിനത് ചിലപ്പോ ഇഷ്ടപ്പെടത്തില്ല പറഞ്ഞാല്. ഒരു BJP-കാരനല്ലേ അത്, സിനിമയെങ്ങാനും കാണുമോ? BJP-കാരിപ്പോ സുരേഷ് ഗോപി BJP-കാരനല്ലേ? അവിടെ സുരേഷ് ഗോപിയെ ഭയങ്കര ഇഷ്ടമാണ്. സുരേഷ് ഗോപി TV ചാനൽ മാറ്റുമ്പോ അതിലെതിലെങ്കിലും അയാളെ തല കണ്ട ഉടനെ ആ ചാനൽ അങ്ങ് പിടിച്ചു വെക്കും. എന്തോ സംഭവം പോലും പുള്ളി നോക്കാറില്ല. പിന്നെ BJP-യിൽ ഒരുപാട് സിനിമാ താരങ്ങളുണ്ട്. കങ്കണ റണൌട്ട് ഉണ്ടായിരുന്നു, പിന്നെ നേരത്തെ ശത്രുഘ്നൻ സിൻഹ. അങ്ങനെ BJP-യിൽ പിന്നെ നമ്മുടെ ധർമ്മേന്ദ്ര അല്ലേ, സിനിമാ താരങ്ങളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. ഹേമ മാലിനി BJP-യുടെ MP ആയിരുന്നു കുറെ കാലം. എനിക്കതൊന്നും അറിഞ്ഞൂടാ മനു. ഞാനൊരു പാവ സ്ത്രീ. ആകെ ഞാൻ തിരുവനന്തപുരത്തു നിന്ന് ഗൾഫിലോട്ട് ഓടിപ്പോയി 30 വർഷം അവിടെ നിന്നു എന്നല്ലാതെ നമുക്കൊരു ഭയങ്കരമായിട്ടുള്ള പുരോഗമനം ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഏതായാലും ഭർത്താവിനോട് ഞാനൊന്ന് സംസാരിക്കാം. നമുക്ക് സിനിമ കാണാനൊക്കെ ഇടയ്ക്ക് ഭാര്യയെ കൊണ്ടുപോകേണ്ടത് ഭർത്താവിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ അവരെ അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. എനിക്ക് ഞാനില്ല ഇത്രയും വർഷം അവിടെ പുറത്ത് നിന്നോണ്ട് എനിക്ക് ഇവിടെ ഫ്രണ്ട്സ് ഒന്നുമില്ല മനു. ഞാൻ പഠിച്ചു കഴിഞ്ഞ ഉടനെ അങ്ങ് പോയില്ലേ. അതാണ് എനിക്ക് ഇവിടെ ഫ്രണ്ട്സോ ആരൊക്കെ എന്റെ കൂടെ പഠിച്ചെന്ന് പോലും MCOM-ന് പഠിച്ചവരൊന്നും എനിക്ക് ഓർമ്മയില്ല. കോണ്ടാക്ട് ഒന്നുമില്ല. ഇനി ആ കുഞ്ഞിന് അവാർഡ് കൊടുക്കണമായിരുന്നു. കൊച്ചുങ്ങളുടെ സിനിമയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. പ്രത്യേകിച്ച് അവള് നല്ല മിടുക്കിയാണ്. എനിക്ക് ആ കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടമാണ്. അഭിപ്രായം. അപ്പൊ ഇതേ മുരളി